ഇത് തൃശ്ശൂർ റൗണ്ടിലുള്ള തേക്കിങ്ങാട് മൈതാനത്ത് എക്സിബിഷൻ നടക്കുന്നതിൻ്റെ എക്സിറ്റാണ് സ്വപ്ന തിയേറ്ററിൻ്റെ ഭാഗത്തുള്ളത് കേട്ടോ. അതേപോലെ തന്നെ ആർ ഫ്ലവേഴ്സിൻ്റെ അവിടേക്കൊക്കെ പോകുന്ന ആ റോഡ് കണ്ടോ നിങ്ങൾ? ആ റോഡിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉരുളൻ കല്ലുകളാണ്. ഈ ഉരുളൻ കല്ലുകൾ ആ വളവ് തിരിഞ്ഞ് വരുന്ന ബൈക്കുകൾ വരികയാണെങ്കിൽ അവിടെ ഇടിച്ച് വീഴാൻ സാധ്യതയുണ്ട്. ഇതൊരു ഇറക്കമാണ്. ഈ ഇറക്കം ഇറങ്ങിക്കഴിഞ്ഞ് പാലസ് റോഡിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പാലസ് റോഡിൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്ക്. ഇതൊന്നും ടാർ ചെയ്ത് ഉറപ്പിക്കാത്ത കല്ലുകളാണത്. ഇതൊക്കെ സാധാരണ റോഡുകൾ കൂടി, അതായത് നല്ല രീതിയിൽ കിടക്കുന്ന സ്പേസും കൂടി നശിപ്പിക്കുന്ന രീതിയിലാണ് കല്ലുകൾ റോട്ടിൽ കിടക്കുന്നത്. ഈ കുഴികളൊക്കെ ഉണ്ടായിട്ടുള്ള ആ രീതിയിലാണ്. ഇവിടെ ഒരു പൈപ്പ് ലൈൻ കണക്ഷൻ എടുത്തു. പൈപ്പ് ലൈൻ കണക്ഷൻ എടുത്ത് കഴിഞ്ഞതിന് ശേഷം ടാർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മഴ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ ടാർ അവിടെ അങ്ങോട്ട് ഇരുന്നു. കാരണം ഉപയോഗിച്ചിട്ടുള്ള മണ്ണും കാര്യങ്ങളും ക്വാളിറ്റി ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ടും പ്രോപ്പറായിട്ട് ടാറിങ് ചെയ്യാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രശ്നമുള്ളത്. ഓക്കെ, തൃശ്ശൂർ ഇപ്പോൾ ഈ പറയുന്ന റൗണ്ട് തൊട്ടിട്ട് ഇപ്പോൾ പാലസ് റോഡ് തൊട്ടിട്ട് ഇപ്പോൾ സേക്രഡ് ഹാർട്ട് കോൺവെൻറ്റ് വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിലാണ് റോഡ് കിടക്കുന്നത്. ഇപ്പോൾ ഇവിടെയൊക്കെ നോക്കുകയാണെങ്കിൽ കുണ്ടും കുഴിയുമാണ്. ഇപ്പോൾ ഈ വണ്ടികൾ കിടക്കുന്ന സൈഡ് നോക്കുകയാണെങ്കിൽ ഇത് 2 വേ റോഡാണ്. ഇപ്പോൾ ഇത് 1 വേ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൂ. കാരണം ഒരു വഴി, അത് 2 വേയിൽ ഒരു വഴി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 3/4 ഭാഗം പോയി. ഓക്കെ, ആ 3/4 ഭാഗത്തും വണ്ടികളാണ് പാർക്ക് ചെയ്ത് കിടക്കുന്നത്. കാരണം ആ റോഡുകൾ തകർന്നു. തൃശ്ശൂർ കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ പഠിച്ചിട്ട് ചെയ്യാത്തതിൻ്റെ പ്രശ്നങ്ങളാണത്. പൈപ്പ് ലൈൻ കണക്ഷൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം ടാർ ചെയ്തിട്ടും ഈ പറയുന്ന ദുരിതം ജനങ്ങൾ അനുഭവിക്കേണ്ടി വരിക എന്ന് പറയുന്നത് അവർ കബളിപ്പിക്കപ്പെടുന്നതുകൊണ്ടാണ്. ഓക്കെ, ഇനിയിപ്പോൾ ഈ ഇറങ്ങിക്കഴിഞ്ഞ് സേക്രഡ് ഹാർട്ട് കോൺവെൻറ്റ് എന്ന് പറയുന്ന ആ കോൺവെൻറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ UP സ്കൂൾ തൊട്ടിട്ട് ഹൈസ്കൂൾ വരെയുള്ള പിള്ളേർ പഠിക്കുന്ന കോൺവെൻറ്റാണ്. അവിടുത്തെ അവസ്ഥ നോക്കുകയാണെങ്കിലും വളരെ മോശമാണ്. ഒരു രീതിയിലും ജനങ്ങളോട് പ്രതിബദ്ധതയോ, ജനങ്ങൾ ഉപയോഗിക്കുന്ന റോട്ടിൽ അവർക്ക് നടന്നു പോകാൻ പോലും ഈ റോട്ടിൽ കൂടെയൊക്കെ എങ്ങനെയാണ് ചെരുപ്പിട്ട് നടക്കാൻ പോലും പറ്റില്ല. അത്രയ്ക്കും ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ളടത്ത് കുട്ടികളുടെ ബുദ്ധിമുട്ട് ആലോചിച്ച് നോക്കും. ഇതൊക്കെ കോൺവെൻറ്റാണ്. അടുത്ത് നിങ്ങൾ കാണുന്ന ആ ബിൽഡിങ്ങൊക്കെ കോൺവെൻറ്റുകളും വിദ്യാർത്ഥികൾ പഠിക്കുന്നതാണ്. വിദ്യാർത്ഥികൾ ഇങ്ങനെയുള്ള റോഡുകളിലൂടെയാണ് പോകുന്നത്. ഇവിടെ എവിടെയാണ് വികസനം? പിണറായി വിജയൻ്റെ നവകേരള പുതുവഴികൾ എന്ന് പറയുന്നത് ഇതാണ് തകർന്നു കിടക്കുന്നത്. ഇത് പുതുവഴികളല്ല, തകർന്ന വഴികളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വഴികൾ കാണിച്ച് ജനങ്ങളെ കബളിപ്പിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് വിഡ്ഢികളല്ല എന്നുള്ളതാണ്. ജനങ്ങൾ വിഡ്ഢികളല്ല എന്നുള്ളതാണ്. ഇത് വളവാണ് കേട്ടോ. ഈ വളവ് തിരിയണ സമയത്ത് ഈ കല്ലിൻ്റെ മൂടി കൂടെ ബൈക്ക് പോകുന്ന ആലോചിച്ച് നോക്കൂ. മഴയത്താണെങ്കിൽ ഉരുളൻ കല്ലുകൾ ബേസ് ചെയ്തിട്ട് തെന്നി വീഴാനും അപകടം സംഭവിക്കാനും സാധ്യതയുണ്ട്. ഇവിടെ ഹെൽമെറ്റ് വെച്ചിട്ടില്ലെങ്കിൽ അതേപോലെ തന്നെ ഈ പറയുന്ന പോലെയുള്ള പ്രിക്കോഷൻസ്, ബാക്കിൽ ഒരാളിരിക്കുമ്പോൾ ഹെൽമെറ്റ് വെച്ചിട്ടില്ലെങ്കിലൊക്കെ ഫൈൻ ഇടിക്കുന്നുണ്ടല്ലോ. ഇങ്ങനെയൊക്കെ